ജാനകി വിക്രമനെ കണ്ട് അവനോട് അമ്പലത്തിൽ വെച്ച് വൈകുന്നേരം കാണാമെന്ന് പറയുന്നു. പക്ഷേ വിക്രമന് അതിനെ പ്രതികൂലിക്കുന്നു. പക്ഷേ അവനെ വിധി മുത്തച്ഛൻ വഴി ആ സമയത്ത് തന്നെ അമ്പലത്തിലേക്ക് എത്തിക്കുന്നു. അവിടെ വെച്ച് ജാനകിയും വിക്രമനും താലിയുടെ പേരിൽ നല്ല വാക്കുതർക്കം നടക്കുന്നു. പക്ഷേ അവരെ ഞെട്ടിച്ചുകൊണ്ട് മുത്തച്ഛൻ അവർ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. എല്ലാം കേട്ടതിൻ്റെ ഞെട്ടലോടെ ചന്ദ്രശേഖരൻ ജാനകിയുടെയും വിക്രമിൻ്റെയും അടുത്തേക്ക് വന്നു. അദ്ദേഹം തന്നെ ഞെട്ടലോടെ നോക്കുന്ന ജാനകിയുടെയും വിക്രമിൻ്റെയും മുഖത്തേക്കും പിന്നെ ജാനകിയുടെ കഴുത്തിൽ കിടക്കുന്ന താലിയിലേക്ക് നോക്കി. എന്നിട്ട് വിക്രമിൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താടാ ഇത്? ഒന്നുമില്ല മുത്തച്ഛ, ഇവള് വെറുതെ. വിക്രമൻ പറഞ്ഞു തീർന്നതും അവൻ്റെ കവിളിൽ ചന്ദ്രശേഖരൻ്റെ കൈ പതിച്ചതും ഒരുമിച്ചായിരുന്നു. പിന്നെ ജാനകിയുടെ മുഖത്തേക്ക് നോക്കി സൗമ്യതയോടെ ചന്ദ്രശേഖരൻ ചോദിച്ചു, മോള് പറ, എന്താ സംഭവിച്ചത്? ജാനകി ചന്ദ്രശേഖരനോട് തൻ്റെയും വിക്രമിൻ്റെയും ഇടയിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എല്ലാം കേട്ടതും ചന്ദ്രശേഖരൻ ദേഷ്യത്തോടെ വിക്രമനെ നോക്കി. അവൻ തല കുനിച്ചു നിന്നു. അവന് മുത്തച്ഛൻ്റെ കണ്ണിലേക്ക് നോക്കാൻ പേടിയായിരുന്നു. അവൻ നിൽക്കുന്നത് കണ്ട് ചന്ദ്രശേഖരൻ അവനോട് ദേഷ്യത്തിൽ പറഞ്ഞു, ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് കളിക്കുന്ന അത്രയും ദുഷ്ടനാണ് നീയെന്ന് ഞാൻ കരുതിയില്ല. അത് പിന്നെ അപ്പോഴത്തെ ദേഷ്യത്തിന് വിക്രമൻ പേടിയോടെ പറഞ്ഞു, ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ അവളുടെ സമ്മതമില്ലാതെ ബലമായി താലി കെട്ടിയിട്ടല്ല ദേഷ്യം തീർക്കേണ്ടത്. അതിന് ഞാൻ അവളോട് പറഞ്ഞതാ അത് പൊട്ടിച്ചെറിയാൻ. എനിക്കൊന്നും വയ്യ പൊട്ടിച്ചെറിയാൻ, കെട്ടിയവൻ തന്നെ പൊട്ടിച്ചെറിയട്ടെ. വിക്രമൻ പറയുന്നത് കേട്ട് ജാനകി ഇടയിൽ കയറി പറഞ്ഞു. രണ്ടുപേരും പറഞ്ഞത് കേട്ടതും മുത്തച്ഛൻ്റെ ദേഷ്യം കൂടി വന്നു. നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? താലി കെട്ട് വെറും കുട്ടിക്കളിയാണെന്നോ? താലി കെട്ടിയത് ഏതു വഴിക്കും എങ്ങനെയും ആയിക്കോട്ടെ, ഇപ്പോൾ നിങ്ങൾ ഭാര്യയും ഭർത്താവുമാണ്. അയ്യ, എനിക്കൊന്നും വയ്യ ഇവളെ ഭാര്യയായിട്ട് കാണാൻ. അതും പറഞ്ഞുകൊണ്ട് വിക്രമൻ അവിടെ നിന്ന് പോയി. എനിക്കും വയ്യ ഈ ദുഷ്ടനും തെമ്മാടിയുമായി ഇവനെ ഭർത്താവായിട്ട് കാണാൻ. അതും പറഞ്ഞുകൊണ്ട് പോവാൻ ഒരുങ്ങിയ ജാനകിയെ ചന്ദ്രശേഖരൻ പിടിച്ചു നിർത്തി. മോളും അവനെപ്പോലെ ബുദ്ധിയില്ലാതെ സംസാരിക്കല്ലേ. പിന്നെ അവൻ്റെ സ്വഭാവത്തിനെക്കുറിച്ചാണെങ്കിൽ ഈ കാണുന്ന അവനെ എല്ലാവർക്കും അറിയൂ. രാവണൻ്റെ ചീത്ത വശം മാത്രമേ എല്ലാവരും പറയുന്നുള്ളൂ. പക്ഷേ രാവണൻ്റെ നല്ല വശത്തെക്കുറിച്ച് ആരും അറിയുന്നില്ല. ചന്ദ്രശേഖരൻ അവളെ ഒന്ന് നോക്കി. എന്നിട്ട് വീണ്ടും തുടർന്നു, പിന്നെ കുറച്ചൊക്കെ ചീത്ത സ്വഭാവമുണ്ട്. അത് മോള് വിചാരിച്ച നന്നാക്കാന്നേ ഉള്ളൂ. എന്താ മോളുടെ പേര്? ജാനകി മറുപടി പറഞ്ഞു. ജാനകി എന്നാൽ സീത. പറയുന്നത് തെറ്റാണെന്നറിയാം, എന്നാലും പറയുന്നു. വിക്രമൻ എന്ന രാവണനെ നേർവഴിക്ക് നടത്താൻ നിയോഗിച്ച പെണ്ണാണ് നീ, രാവണൻ്റെ സീത. കുറച്ചു നേരം നിർത്തി ചന്ദ്രശേഖരൻ വീണ്ടും തുടർന്നു, ഞാൻ നിന്നെ നിർബന്ധിക്കുന്നില്ല. സമയം എടുത്ത് നിന്റെ തീരുമാനം പറഞ്ഞാൽ മതി. അതും പറഞ്ഞുകൊണ്ട് ചന്ദ്രശേഖരൻ അവളുടെ നെറുകയിൽ വാത്സല്യത്തോടെ തലോടി. എന്നിട്ട് അവളുടെ ഫോൺ നമ്പർ വാങ്ങി അവിടെ നിന്ന് പോയി. പിന്നെ അവളും അവിടെ നിന്ന് മടങ്ങി. ത്രയംബകനും രുദ്രനും തമ്മിൽ അതിഘോരമായ തല്ല് നടക്കുന്നു. പെട്ടെന്ന് റാമും വിക്രമനും ഒരുമിച്ച് സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു. ആരു തമ്മിലുള്ള തല്ലാണ് തങ്ങൾ സ്വപ്നത്തിൽ കണ്ടത് എന്ന കുഴപ്പത്തിലായി രണ്ടുപേരും. കുറച്ചു നേരം അങ്ങനെ ഇരുന്ന ശേഷം സ്വപ്നമല്ലേ എന്ന സമാധാനത്തിൽ വീണ്ടും കിടന്നുറങ്ങി. പിറ്റേ ദിവസം റാമും കൂട്ടരും വന്ന ജോലി പെട്ടെന്ന് കഴിഞ്ഞതുകൊണ്ട് തന്നെ അവർ ശിവദുർഗയിൽ നിന്ന് മടങ്ങി. അവർ കാറിൽ പോകുന്നേരം മുമ്പിൽ ഒരു വീടിന് മുന്നിൽ വിക്രമൻ്റെ ജീപ്പ് നിർത്തിയിട്ടിരിക്കുന്നത് കണ്ട് ജാനകി അങ്ങോട്ട് തന്നെ നോക്കി നിന്നു. അപ്പോൾ ആ വീട്ടിൽ നിന്ന് വിക്രമനും അവൻ്റെ പുറകെ പുഞ്ചിരിയോടെ ഒരു പെൺകുട്ടിയും ഇറങ്ങി വരുന്നു. ആ പെൺകുട്ടിയെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അവൾക്ക് ആ പെൺകുട്ടിയെ മുൻപ് എവിടെയോ കണ്ടതുപോലെ തോന്നി. അതെ, ഇതാ പെൺകുട്ടിയല്ലേ അന്ന് തങ്ങൾ ആദ്യമായിട്ട് ഇവിടേക്ക് വരുന്ന നേരത്ത് വിക്രമൻ ഒരു കുടുംബത്തെ ബലമായി ഇറക്കിവിടാൻ ശ്രമിച്ചപ്പോൾ ആ വീട്ടിലെ പെൺകുട്ടിയെ അവൻ ഉപദ്രവിച്ചിരുന്നു. അതേ പെൺകുട്ടിയാണത് എന്നു മനസ്സിലായതും പെട്ടെന്ന് ജാനകി കാർ നിർത്താൻ പറഞ്ഞു. റാം ഒന്നും മനസ്സിലാവാതെ കാറ് സൈഡിലേക്ക് ഒതുക്കി നിർത്തി. അപ്പോഴേക്കും വിക്രമൻ അവിടെ നിന്ന് പോയിരുന്നു. ജാനകി പെട്ടെന്ന് കാറിൽ നിന്നിറങ്ങി ആ വീട് ലക്ഷ്യമാക്കി നടന്നു.
അവൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാവാതെ റാമും വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിച്ചു. അപ്പോഴേക്കും നികിത അവനോട് പറഞ്ഞു, സാർ ഇറങ്ങണ്ട, ഇവിടെ ഇരുന്നോളൂ, ഞാൻ പോയി നോക്കിക്കോളാം. അതും പറഞ്ഞ് നികിത കാറിൽ നിന്നിറങ്ങി. റാം കാറിൽ തന്നെ ഇരുന്നു. നികിതയും ജാനകിയുടെ പുറകെ ആ വീട്ടിലേക്ക് നടന്നു. ജാനകി വീടിനകത്ത് കയറി. അപ്പോൾ അവിടെ ആ പെൺകുട്ടിയും അവളുടെ അച്ഛനും അമ്മയും നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും നികിതയും അവിടെ എത്തിയിരുന്നു. ജാനകിയെ കണ്ടതും ആ പെൺകുട്ടി അവളോട് ചോദിച്ചു, നിങ്ങൾ ആരാ? ഞാൻ ആരാണെന്ന് പിന്നെ പറയാം, ആദ്യം ഞാൻ ചോദിക്കുന്നതിനുള്ള ഉത്തരം പറയാമോ? വിക്രമൻ എന്തിനാ ഇവിടെ വന്നേ? ചേച്ചിക്ക് വിക്രമേട്ടനെ അറിയാമോ? അത്ര പരിചയമില്ലെങ്കിലും അറിയാം. അതൊക്കെ പോട്ടെ, അന്ന് ഈ വിക്രമനല്ലേ നിങ്ങളെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടത്? പിന്നെ എങ്ങനെ അവനും നിങ്ങളും ഇവിടെ? വീണ്ടും ഉപദ്രവിക്കാൻ വന്നതാണോ അവൻ? ജാനകി പറഞ്ഞത് കേട്ട് ഒരു നിമിഷം ആ പെൺകുട്ടി നിശബ്ദയായി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്ന പോലെ വിക്രേട്ടൻ അത്ര ദുഷ്ടനൊന്നുമല്ല. ഞാനും ആദ്യം വിചാരിച്ചത് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഞങ്ങളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ശേഷം എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണമെന്നറിയാതെ നിന്ന സമയത്ത് അതേ വിക്രമേട്ടൻ ഈ വീട് വാങ്ങി എൻ്റെ അച്ഛൻ്റെ പേരിലേക്ക് മാറ്റി തങ്ങളെ ഇവിടെ താമസിപ്പിച്ചു. അതുമാത്രമല്ല, എനിക്കൊരു നല്ല ജോലിയും ശരിയാക്കി തന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരും. വരുമ്പോൾ ഞങ്ങൾക്കുള്ള ഡ്രസ്സും പലഹാരങ്ങളും എല്ലാം വാങ്ങിയിട്ടാണ് വരിക. പോകുമ്പോൾ കുറച്ച് പൈസ എൻ്റെ കയ്യിൽ തന്നിട്ട് പോകും. പിന്നെ ഈ കാര്യം ആരോടും പറയരുത് എന്നും പറഞ്ഞിരുന്നു. ആ പെൺകുട്ടി പറയുന്നതെല്ലാം അതിശയത്തോടെ കേട്ടു നിൽക്കുകയാണ് ജാനകി. എല്ലാം കേട്ട ശേഷം ജാനകി ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. കൂടെ നികിതയും ഇറങ്ങി. ജാനകി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയതും അപ്പോൾ തന്നെ അവൾ ചന്ദ്രശേഖരന് ഫോൺ ചെയ്തു. മുത്തച്ഛൻ പറഞ്ഞ കാര്യത്തിന് ഞാൻ തയ്യാറാണ്. ഇത് കേട്ടതും മറുപുറത്ത് നിന്ന് സന്തോഷത്തോടെ ചന്ദ്രശേഖരൻ മറുപടി പറഞ്ഞു, വളരെ നന്ദി മോളെ, ഇനി എന്താണ് വേണ്ടതെന്ന് ഞാൻ നോക്കിക്കോളാം. ശരി മുത്തച്ഛ, പിന്നെ മറ്റൊരു കാര്യം കൂടി, ഞാനും വിക്രമനും തമ്മിലുള്ള ബന്ധം ആരും ഇപ്പോൾ അറിയരുത്. പ്രത്യേകിച്ച് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ വിവരം അതറിയാതെ വേണം കാര്യങ്ങൾ നീക്കാൻ. ഓക്കെ മോളെ, അത് ഈ മുത്തച്ഛന് വിട്ടേക്ക്. അതും പറഞ്ഞ് മുത്തച്ഛൻ ഫോൺ കട്ട് ചെയ്തു. അവൾ ഫോൺ കട്ട് ചെയ്ത് കാറിനടുത്തേക്ക് നടന്നു. അതേസമയം നികിത ജാനകിയുടെ പുറകിൽ നിൽപ്പുണ്ടായിരുന്നു. അവൾ ജാനകി ഫോണിൽ സംസാരിക്കുന്നതെല്ലാം വ്യക്തമായി കേട്ടിരുന്നു. ജാനകിയുടെ കല്യാണം കഴിഞ്ഞുവെന്ന് അറിഞ്ഞ ഷോക്കിൽ ആയിരുന്നു നികിത. അവൾ അതിനെക്കുറിച്ച് ജാനകിയോട് തന്നെ ചോദിച്ചറിയാം എന്ന തീരുമാനത്തിലെത്തി. അന്നും രാത്രി നേരം വൈകിയത് കൊണ്ട് തന്നെ അന്നത്തെ പോലെ അവർ 4 പേരും ഒരു ഹോട്ടലിൽ റൂം എടുത്തു. വിനോദും റാമും ഒരു റൂമിലും നികിതയും ജാനകിയും മറ്റൊരു റൂമിലുമായി കിടക്കാൻ പോയി. കിടക്കുന്നതിന് മുമ്പ് ജാനകി കുളിയും കഴിഞ്ഞ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നു. ആ സമയം അവളുടെ താലി പുറത്തേക്ക് കിടക്കുകയായിരുന്നു. നികിത ബെഡിലിരുന്നു കൊണ്ട് ഫോണിൽ തോണ്ടുകയായിരുന്നു. അവൾ ആ താലി ശ്രദ്ധിച്ചു. പക്ഷേ അവളൊന്നും മിണ്ടിയില്ല. ജാനകി നേരെ കണ്ണാടിയുടെ മുന്നിൽ വന്ന് മുടിയൊക്കെ ഒതുക്കി വെച്ചു. അപ്പോഴാണ് അവൾ അവളുടെ താലി പുറത്തേക്ക് നിൽക്കുന്നത് കണ്ടത്. പെട്ടെന്ന് വെപ്രാളത്തിൽ അവൾ താലി മറച്ചു വെച്ചു. നീ എത്ര നാളാ താലി ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കും? നികിത പറഞ്ഞത് കേട്ട് ജാനകി നികിതയെ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. അവൾ ജാനകിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നിന്നു. എന്നിട്ട് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ജാനകിയുടെ നേരെ നടന്ന് അവളുടെ മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഞെട്ടണ്ട, എനിക്കിത് നേരത്തെ അറിയാം. നീ ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. തന്നെ ഞെട്ടലോടെ നോക്കി നിൽക്കുന്ന ജാനകിയെ നോക്കി നികിത തുടർന്നു, നിന്റെയും വിക്രമൻ്റെയും കല്യാണം കഴിഞ്ഞോ? എപ്പോ? എങ്ങനെ? ജാനകി കുറച്ചു നേരം മിണ്ടാതിരുന്നു. പിന്നെ അവൾ നടന്ന കാര്യങ്ങളെല്ലാം നികിതയോട് പറഞ്ഞു. അതുമാത്രമല്ല, ഇന്നലെ അമ്പലത്തിൽ നടന്ന കാര്യവും അവൾ പറഞ്ഞു. എല്ലാം കേട്ട ശേഷം നികിത കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ജാനകിയോട് ചോദിച്ചു, അപ്പോൾ ഇനി എന്താ പ്ലാൻ? അറിയില്ല. വിക്രമൻ്റെ മുത്തച്ഛൻ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്താണെന്നറിയില്ല. എല്ലാം വരുന്നത് പോലെ വരട്ടെ. അപ്പോൾ റാമിനോട് സത്യം പറയുന്നില്ലേ? അത് കേട്ട് ജാനകി കുറച്ചു നേരം മിണ്ടാതിരുന്ന ശേഷം പറഞ്ഞു, പറയണം. പക്ഷേ ഇപ്പോൾ വേണ്ട. ഇപ്പോൾ തന്നെ എൻ്റെയും വിക്രമൻ്റെയും കാര്യം ഒരു അപ്പൂപ്പൻ താടി പോലെയാണ്. എന്താകുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ആദ്യം അതിനൊരു തീരുമാനമാവട്ടെ.
ജാനകി അതും പറഞ്ഞ് നികിതയുടെ അടുത്ത് വന്ന് കിടന്നു. അവൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് നികിതയോട് ഒരു മുൻകരുതൽ എന്ന പോലെ പറഞ്ഞു, പിന്നെ ഈ കാര്യം നമ്മളല്ലാതെ മറ്റാരും അറിയരുത് എന്ന് നീ എനിക്ക് വാക്ക് തരണം. നികിത ജാനകിക്ക് ഞാനിതാരോടും പറയില്ല എന്ന് വാക്ക് കൊടുത്തു. പിന്നെ അവർ രണ്ടുപേരും ഉറങ്ങാൻ കിടന്നു. അങ്ങനെ 2 ദിവസങ്ങൾ കടന്നുപോയി. ജാനകി ഓഫീസിൽ വർക്കിലിരിക്കെ അവൾക്ക് ചന്ദ്രശേഖരൻ്റെ ഫോൺ വന്നു. അവൾ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ആരും കാണാത്ത ഒരിടത്തേക്ക് പോയി ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ മുത്തച്ഛ, പറയൂ. നിനക്ക് ഈ വീട്ടിലേക്ക് വരാൻ ഒരു ഐഡിയ കണ്ടുപിടിച്ചു. എൻ്റെ അകന്നൊരു ബന്ധുവുണ്ട്, പേര് ദിനേശൻ. അവൻ്റെ മകളുടെ പേരിൽ നിനക്കിവിടെ വന്ന് താമസിക്കാൻ കഴിയുമോ? അത് കുഴപ്പമാകില്ലേ മുത്തച്ഛ? കുഴപ്പമില്ല, ഞാൻ ദിനേശനോട് എല്ലാ കാര്യവും പറഞ്ഞിരിക്കുന്നു. ജാനകി കുറച്ചു നേരം ചിന്തിച്ചു. വിക്രമൻ കല്യാണത്തിന് അവൾ പോയെങ്കിലും അവൻ്റെ വീട്ടുകാർ ആരും അവളെ കണ്ടിട്ടില്ല എന്നുറപ്പായിരുന്നു. അതുകൊണ്ട് അവൾ ഓക്കെ പറഞ്ഞു. പക്ഷേ ഒരു കുഴപ്പമുണ്ടായിരുന്നു. അവൻ്റെ വീട്ടിനുള്ളിൽ ആരും കണ്ടിട്ടില്ല എന്നുറപ്പുണ്ടെങ്കിലും പക്ഷേ ശിവദുർഗയിലുള്ള പലർക്കും അവളെ നന്നായി അറിയുന്നത് കൊണ്ടും ആ ആനക്കാട്ടിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല എന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. ജാനകി എല്ലാ കാര്യവും നികിതയോട് പറഞ്ഞു. അത് കേട്ട് നികിത അവളോട് പറഞ്ഞു, അതൊക്കെ ഓക്കെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എങ്ങനെ നീ നിന്റെ വീട്ടിൽ നിന്ന് പോകും? അവിടെ എന്ത് കള്ളം പറയും? നികിത അത് പറഞ്ഞപ്പോഴാണ് ജാനകി ആ ഒരു വശത്തെക്കുറിച്ച് ഓർത്തത്. ജാനകി കുറച്ചു നേരം ചിന്തിച്ച് നികിതയുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അതിനൊരു വഴിയുണ്ട്. അവൾ അതും പറഞ്ഞുകൊണ്ട് അവളുടെ ഫോൺ എടുത്ത് വൈഷ്ണവിയെ വിളിച്ചു. ഹലോ വൈഷ്ണവി, നീ എവിടെ, നാട്ടിലുണ്ടോ? അങ്ങനെ തുടങ്ങി അവർ കുറേയേറെ കാര്യങ്ങൾ സംസാരിച്ചു. അല്പനേരം കഴിഞ്ഞതും ജാനകി ഫോൺ വെച്ചു. എന്നിട്ട് നികിതയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അവളെ നോക്കി ജാനകി പറഞ്ഞു, എല്ലാം സെറ്റ്. ന്യൂയോർക്കിൽ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, വൈഷ്ണവി. അവളുടെ കസിൻ്റെ കല്യാണമാണ്. ആ കല്യാണത്തിന് ഞാനും ഇവിടെ നിന്ന് പോകുന്നു. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് മടങ്ങി വരികയുള്ളൂ എന്ന് വീട്ടിൽ പറയുന്നു. എന്നിട്ട് നേരെ ശിവദുർഗയ്ക്ക് പോകുന്നു. അപ്പോൾ ആർക്കും സംശയം തോന്നത്തില്ല. എങ്ങനെയുണ്ട് ബുദ്ധി? നിന്നെ സമ്മതിച്ചിരിക്കുന്നു മോളെ, നികിത ജാനകിയോട് പറഞ്ഞു. വൈഷ്ണവി ജാനകി പറഞ്ഞതുപോലെ തന്നെ ജാനകിയുടെ വീട്ടിലേക്ക് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ അവളെ വൈഷ്ണവിയുടെ കസിൻ്റെ കല്യാണത്തിന് പോകാൻ സമ്മതിച്ചു. അങ്ങനെ അവർ അങ്ങോട്ടേക്ക് പോകാൻ ഒരു ടാക്സി വിളിച്ചു. പക്ഷേ അവൾ നേരെ പോയത് ശിവദുർഗയ്ക്കായിരുന്നു. അവൾ അങ്ങനെ ശിവദുർഗയിലെത്തി. ശിവദുർഗയിലൂടെ പോകുമ്പോൾ തന്നെ അറിയുന്ന ആരും അവളെ കാണരുത് എന്ന പ്രാർത്ഥനയിലായിരുന്നു മനസ്സിൽ. അങ്ങനെ അവൾ ആനക്കാട്ടിൽ ബംഗ്ലാവിലെത്തി. അവൾ ആദ്യമായിട്ടാണ് ആനക്കാട്ടിൽ വീട് കാണുന്നത്, ഒരു വലിയ വീട്. അവൾ ആ വീട്ടിലേക്ക് കയറി ചെന്നു. ആനക്കാട്ടിൽ വീട്ടിൽ അവൾക്കായി കാത്തു വെച്ചിരിക്കുന്നത് എന്തെല്ലാമാണ്? ജാനകിയുടെ വിക്രമനെ നന്നാക്കാനുള്ള ദൗത്യം വിജയിക്കുമോ?